ഗസയിൽ സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിന് നേരെ ഇസ്രയേൽ ആക്രമണത്തിൽ 55ഓളം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നു. അമേരിക്കൻ മധ്യസ്ഥതയിൽ വെടിനിർത്തലിന് ഹമാസ് വഴങ്ങിയപ്പോൾ ഇസ്രയേൽ അത് തള്ളിക്കളഞ്ഞു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പി ജെയിംസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ്കേൻ. ഹായ്. മഴയൊക്കെ ആയിട്ട് ജീവിതമൊക്കെ എങ്ങനെ? മഴ ഇച്ചിരി കൂടി വരികയാണ് എസ്കേൻ. നമുക്ക് മഴ ഇഷ്ടമാണ്, പക്ഷേ ഈ പുഴയുടെ ഒക്കെ അടുത്ത് താമസിക്കുന്ന പാവപ്പെട്ട അതുപോലെ തീരദേശത്തുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീടൊക്കെ മുങ്ങിപ്പോകുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് മഴ ഇനി കൂടുതൽ പെയ്യുന്നത് അത്ര ഗുണകരമല്ല. നല്ല ഉറക്കം കിട്ടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും നമുക്ക് ഒരു പശ്ചിമേഷ്യയിലേക്ക്. തീർച്ചയായിട്ടും എസ്കേൻ, ഇസ്രായേൽ ഹമാസ് യുദ്ധം കൂടുതൽ രൂക്ഷമാവുന്നുവെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നതെന്ന് മാത്രമല്ല 80% ഗസയുടെ പ്രദേശങ്ങൾ പിടിച്ചെടുത്ത ഇസ്രായേൽ ഒരു പ്രതികാര ദാഹത്തോടെ തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. അവിടെ സ്കൂളുകളിൽ ദുരിതാശ്വാസ ക്യാമ്പുണ്ട്. ആ ദുരിതാശ്വാസ ക്യാമ്പിന് നേരെ അവർ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് രാത്രിയിൽ ആക്രമണം നടത്തി 2 തവണ റഷ്യയുടെ യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചു. അതിൽ 2ഇടത്തായി 55ഓളം പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തയാണ് ഈ മണിക്കൂറുകൾ വരുന്നത്. കൊല്ലപ്പെട്ടവരുടെ സംഖ്യ ഏതാണ്ട് 54,000 എത്തിയിരിക്കുകയാണ് 19 മാസത്തിനുള്ളിൽ. ഇതിനിടയിൽ ഖത്തറും ഈജിപ്തും അമേരിക്കയും ചേർന്നുകൊണ്ട് മധ്യസ്ഥത ചർച്ചകൾ നടക്കുന്നുണ്ട്. US-ൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് പറഞ്ഞത് ഒരു സാധ്യത തെളിഞ്ഞിട്ടുണ്ട്, ഹമാസ് വഴങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇസ്രായേൽ വഴങ്ങിയിട്ടില്ല. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏതാണ്ട് ഉറച്ച തീരുമാനത്തിലാണ്, ഞങ്ങൾ ഗസ മുഴുവൻ പിടിച്ചടക്കുന്നത് വരെ ഒരു കോംപ്രമൈസിനും തയ്യാറല്ല, പിടിച്ചടക്കി അടങ്ങും. പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 60 ദിവസത്തേക്ക് അമേരിക്ക മധ്യസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന 60 ദിവസത്തേക്ക് വെടിനിർത്തൽ, അതിൽ 10 ഇസ്രായേലി ബന്ദികളെ വിട്ടയക്കും, പകരം പാലസ്തീനി തടവുകാരെ വിട്ടയക്കണം. ഏതാണ്ട് അതിൻ്റെ അടുത്ത് എത്തിയതാണ്. പക്ഷേ ഇസ്രായേൽ അത് തള്ളുകയാണ്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം 80% പിടിച്ചടക്കി. ഇനി 20% എന്ന് പറയുന്നത് ഏതാണ്ട് 20 ലക്ഷം പേര് അവിടെ തിങ്ങിക്കൂടി കഴിയാണ്. ആ പ്രദേശത്ത് വന്നാൽ വലിയ രീതിയിലുള്ള കൂട്ടക്കുരുതി നടക്കും എസ്കേൻ. ഒരു പക്ഷേ ഈ വാർത്തകൾ വരുമ്പോൾ ഇന്നലെ എസ്കേൻ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ പ്രേക്ഷകരിൽ ഭൂരിപക്ഷവും ഈ യുദ്ധത്തിൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നതിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തുന്ന ആൾക്കാരാണ്. പക്ഷേ ഒരു ചെറിയ വിഭാഗം എസ്കേൻ 10 കുഞ്ഞുങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ അത് അവർ കൊല്ലപ്പെടേണ്ടവരാണ് എന്ന രീതിയിൽ പ്രതികരിച്ച് കണ്ടു. ഒരുപക്ഷെ മലയാളിക്ക് അന്യമായിട്ടുള്ളൊരു കാര്യമാണ് ഈ മരണത്തിലും ഒരു തരം യുദ്ധവെറിയിൽ നിൽക്കുന്ന ഒരു സ്വഭാവം. അത് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റില്ല എന്നുകൂടി ഈ അവസരത്തിൽ പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇസ്രായേൽ ഗസ പിടിച്ചടക്കാൻ തീരുമാനിച്ചുറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റു രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്ക എല്ലാവരും പ്രതിഷേധിച്ചിട്ടും ഇസ്രായേൽ പ്രധാനമന്ത്രി വഴങ്ങുന്നില്ല. നേരത്തെ ഒരു ഇസ്രായേൽ പ്രധാനമന്ത്രിയെ റിറ്റ്സ് റാബിൻ എന്ന പ്രധാനമന്ത്രിയെ 1995 കൊല്ലപ്പെട്ടതിൻ്റെ ഓർമ്മകളൊക്കെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിൽ പറയുന്നത് അന്ന് പീസ് ഡീൽ സ്ട്രൈക്ക് ചെയ്യാനായിട്ട് 1 ലക്ഷം ഇസ്രായേലികളാണ് പാലസ്തീനുമായിട്ട് യോജിച്ചുകൊണ്ട് പീസ് ഡീലിന് ശ്രമിച്ചത്. അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുക അന്നത്തെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഒരു ഇസ്രായേലി സിയോണിസ്റ്റായിട്ടുള്ള ഒരു തീവ്രവാദി. അവർ പീസ് വേണ്ട, സമാധാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേൽ തീവ്രവാദി അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇത്സക് റാബിനെ വെടിവെച്ച് കൊന്നത്. അന്നോടെ സമാധാനം പൂർണ്ണമായിട്ട് ഇല്ലാതായി എസ്കേൻ. ഓക്കെ, പി ജെയിംസ്, മറ്റൊരു കാര്യം, റഷ്യൻ പ്രസിഡന്റ് സഞ്ചരിച്ച ഈ ഹെലികോപ്റ്ററിന് നേരെ യുക്രൈൻ ഡ്രോൺ തൊടുത്തു എന്ന രീതിയിലുള്ള വാർത്ത വരുന്നുണ്ടല്ലോ. മാത്രമല്ല അമേരിക്കൻ പ്രസിഡന്റ് വൈകാരികമായി പ്രതികരിക്കുന്നുവെന്നും റഷ്യയുടെ ഒരു കുറ്റപ്പെടുത്തലും വന്നിട്ടുണ്ട്. ഇങ്ങനെയൊരു അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമം നടന്നോ? എസ്കേൻ, അത് തന്നെയാണ് റിപ്പോർട്ടായിട്ട് തന്നെ വരുന്നുണ്ട്. അത് ഉക്രൈൻ നിഷേധിച്ചിട്ടില്ല. ഈ രാത്രിയിൽ കർസ്ക് മേഖല നമുക്കറിയാം റഷ്യയുടെയും ഉക്രൈൻ്റെയും അതിർത്തിയാണ്. കർസ്ക് മേഖലയാണ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഉക്രൈൻ കയറി 1 വർഷത്തിലേറെ കൈവശം വെച്ചത്. ഇപ്പോൾ അത് പൂർണ്ണമായി തിരിച്ചു പിടിച്ചു എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. അപ്പോൾ ക്രിസ്ക് മേഖലയിൽ രാത്രിയിൽ ഹെലികോപ്റ്ററിൽ പ്രദേശം നിരീക്ഷിക്കുകയായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം സഞ്ചരിക്കുന്നുവെന്നുള്ള രഹസ്യമായിട്ടാണ് ചെയ്തത്. പക്ഷെ അത് ചോർന്നു. അങ്ങനെ ഡ്രോൺ അയച്ച്, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ വരുന്ന പാതയിലേക്കാണ് ഉക്രൈൻ്റെ ഡ്രോൺ പോയത്. അത് പിന്നീട് വെടിവെച്ചിടുകയായിരുന്നു. ചെറിയ തലനാരിഴയ്ക്ക് അദ്ദേഹം രക്ഷപ്പെട്ടു എന്നുള്ള രീതിയിലാണ് റഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ റഷ്യ ഇത്രയും ഡ്രോണുകളും വലിയ രീതിയിലുള്ള ബാലിസ്റ്റിക് മിസൈലുകളും അയച്ച് പ്രതികരിക്കാനുള്ള ഒരു കാരണം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ വധിക്കാൻ ഉക്രൈൻ സേന ശ്രമം നടത്തി എന്നുള്ളതിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പുടിന് വലിയ രീതിയിലുള്ള സുരക്ഷ
കവചമാണ് ഒരുക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ രഹസ്യം ചോർന്നു എന്നുള്ള തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഒരു പരാമർശം, അതിനെതിരെ റഷ്യ രംഗത്ത് വന്നിട്ടുണ്ട്. വൈകാരികമായിട്ട് റഷ്യൻ പ്രസിഡന്റിനെതിരെ പ്രതികരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് എന്ന രീതിയിലാണ്. കാരണം അദ്ദേഹത്തിന് കിറുക്കാണ്, സമനില തെറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ച് അതിനെതിരെ റഷ്യ അതിശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ യുദ്ധം തീരാനുള്ള സാധ്യത കാണുന്നില്ല. 3.5 വർഷത്തിലേറെയായി, ഏതാണ്ട് 3.25 വർഷമാവുന്നു യുദ്ധം. ആ യുദ്ധം ഇനിയും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. താങ്ക് യു വി ജെയിംസ്. വിദേശ വാർത്തകളുമായി ജെയിംസ് നാളെ വരും.